ഇറാനിലേക്ക് വീണ്ടും അമേരിക്ക ശക്തമായ ആക്രമണം നടത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ജോർദാനിലെ അമേരിക്കൻ സൈന്യത്തിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയാണ് ഈ ആക്രമണങ്ങൾ എന്ന് അമേരിക്ക വ്യക്തമാക്കുമ്പോഴും ഈ ആക്രമണങ്ങൾ എങ്ങോട്ടാണ് നീങ്ങുന്നത് എന്നുള്ളത് ലോകത്തെ ആശങ്കപ്പെടുത്തുകയാണ്. ഇറാൻ അനുകൂലമായ ഇറാഖിലെ പോപ്പുലർ മൊബിലൈസേഷൻ ഫോഴ്സിനെതിരെ അമേരിക്കയുടെ ഒപ്പം സൗദി കൂടി രംഗത്ത് ഇറങ്ങിയതോടെ യുദ്ധം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിക്കാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇതുകൂടാതെയാണ് കരിങ്കടലിൽ ഇറാന്റെ കപ്പലിന് നേരെ ഉക്രൈൻ നടത്തിയ ആക്രമണം. ഈ ആക്രമണത്തിന് മറുപടിയായി ഉക്രൈനിലെ ഏതെങ്കിലും ഒരു തുറമുഖത്തിന് നേരെ ആക്രമണം നടത്തുവാൻ ഇറാൻ പദ്ധതി ഇട്ടിരുന്നുവെന്നും വലിയ നയതന്ത്ര ഇടപെടലുകളിലൂടെയാണ് ഈ ആക്രമണത്തെ ഒഴിവാക്കപ്പെട്ടത് എന്നുമാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഇറാൻ ഉക്രൈന് നേരെ ആക്രമണം നടത്തിയിരുന്നുവെങ്കിൽ യൂറോപ്പ് കൂടി ഈ യുദ്ധത്തിലേക്ക് വലിച്ച് ഇഴയ്ക്കപ്പെടുമായിരുന്നു എന്നാണ് വിലയിരുത്തുന്നത്. ഇങ്ങനെയൊക്കെയാണ് എങ്കിലും ഏത് നിമിഷം വേണമെങ്കിലും കൂടുതൽ രാജ്യങ്ങൾ ഈ യുദ്ധത്തിലേക്ക് എത്തുവാനും യുദ്ധം കൂടുതൽ വ്യാപിക്കാനുമുള്ള സാധ്യതകളാണ് ഇപ്പോൾ ഈ മേഖലയിൽ നിലനിൽക്കുന്നത്. തുടർച്ചയായ 13 ദിവസങ്ങളിലെ ആക്രമണങ്ങൾക്ക് ശേഷം അമേരിക്ക ഇറാന് നേരെയുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കുകയും ചർച്ചയിലേക്ക് തിരികെ എത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഇറാന്റെ ചില കടുംപിടുത്തങ്ങൾ മൂലം നയതന്ത്ര ചർച്ചകൾ ഇപ്പോഴും സ്തംഭിച്ച് നിൽക്കുന്നതായാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഇറാൻ ആവശ്യപ്പെടുന്നത് ആണവായുധങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് മുൻപ് ഹോർമൂസ് കടലിടുക്കിലെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുക, ഇറാന്റെ കപ്പലുകളെ അമേരിക്ക തടയുന്നത് അവസാനിപ്പിക്കുക, അമേരിക്ക തടഞ്ഞു വെച്ചിരിക്കുന്ന ഇറാന്റെ ഫണ്ടുകൾ തിരികെ നൽകുക എന്നിവയൊക്കെയാണ്. അതേസമയം അമേരിക്ക ആവശ്യപ്പെടുന്നത് ഏറ്റവും ആദ്യം ആണവായുധത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്തണമെന്നുള്ളതാണ്. തീവ്രമായ നയതന്ത്ര ചർച്ചകളുടെ ഒടുവിലായിരുന്നു അമേരിക്ക ഇറാന് മുകളിലുള്ള ബോംബിംഗ് നേരത്തെ അവസാനിപ്പിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ. എങ്കിലും ഇരു രാജ്യങ്ങൾക്കുമിടയിലെ പ്രശ്നപരിഹാരം ഇനിയും ഒരുപാട് ദൂരെയാണ് എന്നാണ് ഇപ്പോൾ നടക്കുന്ന ആക്രമണങ്ങൾ സൂചിപ്പിക്കുന്നത്. പാകിസ്ഥാനും ഖത്തറും ഒമാനും ചർച്ചകളിലേക്ക് തിരികെ എത്താൻ ഇറാനെ നിർബന്ധിക്കുന്നുണ്ട് എങ്കിലും സ്വന്തം ഉപാധികളിൽ അല്ലാതെ ചർച്ചകൾക്ക് ഇല്ല എന്നാണ് ഇറാൻ പറയുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. പ്രത്യേകിച്ച് ഖത്തറിൽ മരവിപ്പിച്ചു വെച്ചിരിക്കുന്ന $6 ബില്യൺ ബന്ധപ്പെട്ട സാമ്പത്തിക തർക്കം എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്നാണ് ഇറാൻ ആവശ്യപ്പെടുന്നത്. ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്ന പാകിസ്ഥാൻ ഉദ്യോഗസ്ഥർ പറയുന്നത് കഴിഞ്ഞ തിങ്കളാഴ്ച ഒരു അമേരിക്കൻ പ്രതിനിധി സംഘം റാവൽപിണ്ടിയിലെ സൈനിക ആസ്ഥാനത്ത് പാകിസ്ഥാൻ സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസീം മുനീറുമായി കൂടിക്കാഴ്ച നടത്തിയെന്നാണ്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ ഓഫീസിൽ നിന്നാണ് പുതിയ ചർച്ചകൾക്ക് ഇപ്പോഴും നേതൃത്വം നൽകുന്നത് എന്നും ഇതുമായി ബന്ധപ്പെട്ട ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കുന്നു. ഇതിനനുസരിച്ചായിരുന്നു ഗേറ്റ്സ് ഓഫ് ഹെൽ എന്ന പേരിൽ ട്രംപ് ഉത്തരവിട്ട ഇറാനുമേലുള്ള വലിയ അമേരിക്കൻ ബോംബ് ആക്രമണം താൽക്കാലികമായി നിർത്തിവെക്കുന്ന സാഹചര്യമുണ്ടായത്. അപ്പോഴും ചർച്ചകളുടെ മുഖ്യ ലക്ഷ്യം ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് എന്നാണ് സൂചനകൾ പുറത്തു വരുന്നത്. ഇത് അംഗീകരിക്കാൻ പക്ഷേ ഇറാൻ ഒരുക്കമല്ല. ഈ സന്ദർശനത്തിനും ചർച്ചകൾക്കും തൊട്ടു പിന്നാലെ പാകിസ്ഥാന്റെ സൈനിക മേധാവി അസീം മുനീർ, വിദേശകാര്യമന്ത്രി ഇഷാഖ് ദാർ, ആഭ്യന്തരമന്ത്രി മുഹ്സിൻ നഖ്വി എന്നീ 3 പേരും ഇറാൻ നേതൃത്വവുമായി ചർച്ചകൾ നടത്തി. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ നഖ്വി ടെഹ്റാനിലേക്ക് തുടർച്ചയായി നടത്തിയ 3ാമത്തെ സന്ദർശനത്തിലാണ് ഈ ചർച്ചകൾ നടന്നത്. അയത്തുള്ള മൊജ്തബ ഖമനിക്ക് വേണ്ടി പ്രധാനമന്ത്രി ഷഹ്ബാസ് ഷെരീഫിന്റെയും സൈനിക മേധാവി അസീം മുനീറിന്റെയും പ്രത്യേകമായ സന്ദേശങ്ങളും അദ്ദേഹം നൽകിയതായാണ് സൂചന. ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് ആരാച്ചി, ആഭ്യന്തരമന്ത്രി എസ്കന്ദർ മൊമേനി എന്നിവരുമായി നഖ്വി കൂടിക്കാഴ്ച നടത്തി. തിരിച്ച് ഇറാനിൽ നിന്നുള്ള ഒരു രഹസ്യ സന്ദേശം മൊമേനി നേരിട്ട് മുനീറിന് എത്തിച്ചതായുമാണ് വിവരങ്ങൾ. ഈ ചർച്ചകളിൽ നിന്നെല്ലാം വ്യക്തമായ ഒരു കാര്യം, ഇറാൻ എന്താണോ ആവശ്യപ്പെടുന്നത് അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ ഇറാൻ ഒരുക്കമല്ല. ആദ്യം ഹോർമൂസ് കടലിടുക്കിനെ കുറിച്ചുള്ള ചർച്ചകൾ, പിന്നീട് അമേരിക്കൻ ഉപരോധം പിൻവലിക്കണം, ഒടുവിൽ മരവിപ്പിച്ച ഫണ്ടുകൾ തിരികെ നൽകുന്നതും ഉപരോധ ഇളവുകൾ പ്രഖ്യാപിച്ചത് യാഥാർത്ഥ്യമാക്കണം. ഈ കാര്യങ്ങളെല്ലാം ആണ് ഇറാൻ ആവശ്യപ്പെടുന്നത്. അതിനുശേഷം മാത്രമേ ആണവ കാര്യങ്ങളെക്കുറിച്ച് അമേരിക്ക പറയുന്ന രീതിയിലുള്ള ചർച്ചകൾ നടക്കുകയുള്ളൂ എന്നുള്ള കടുംപിടുത്തത്തിലാണ് ഇറാൻ. അതേസമയം ട്രംപ് ഭരണകൂടത്തിന്റെ ആവശ്യങ്ങൾ ഇതിൽ നിന്നും നേർവിപരീതമാണ്. ആദ്യം ആണവ ചർച്ചകൾ നടക്കണം, പിന്നെ അമേരിക്ക പറയുന്ന രീതിയിൽ അമേരിക്കൻ താല്പര്യങ്ങൾക്കനുസരിച്ച് ഹോർമൂസ് കടലിടുക്ക് പ്രവർത്തനക്ഷമമാകണം. ഇതെല്ലാം ഇറാൻ അനുസരിച്ചാൽ അതിനുശേഷം മാത്രം അമേരിക്ക പറയുന്ന രീതിയിലുള്ള സാമ്പത്തിക സ്വാതന്ത്ര്യം ഇറാന് നൽകും. ഇത് രണ്ടും 2 ധ്രുവങ്ങളിൽ നിൽക്കുകയാണ് ചർച്ചകൾ, നിലപാടുകൾ. നിലവിലെ ഏറ്റവും വലിയ പ്രശ്നം ആരുടെ അജണ്ടയ്ക്ക് മുകളിൽ ചർച്ചകൾ നടത്തണം എന്നുള്ളതാണ്. ഇരു കൂട്ടരും അവരവരുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നു. എന്ന് വെച്ചാൽ ഒരു കാര്യം ഉറപ്പാണ്, ആണവായുധ ചർച്ചകൾ ആദ്യം എന്ന ഡൊണാൾഡ് ട്രംപിന്റെ നിർബന്ധം ഒരു കാരണവശാലും ഇതുവരെ ഇറാൻ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതിനാൽ തന്നെ
അമേരിക്കയുടെ അജണ്ടയിലേക്ക് ഇറാൻ എത്തുന്ന സമയം വരെ ആക്രമണവുമായി മുന്നോട്ട് പോകാൻ അമേരിക്ക തീരുമാനിച്ചാലും അതിൽ അത്ഭുതപ്പെടേണ്ട ഒരു കാര്യവുമില്ല. പക്ഷേ ആ യുദ്ധം എത്ര കാലം നീണ്ടുപോകും എന്നുള്ളതാണ് ഇപ്പോൾ ഏവരും ആശങ്കയോടെ ഉറ്റുനോക്കുന്നത്. യുദ്ധങ്ങൾ അങ്ങനെയാണ്, ആദ്യം അത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഇടത്ത് നിൽക്കും, ഒടുവിൽ അത് അതിൻ്റെ വഴിക്ക് ആർക്കും പിടിച്ചാൽ കിട്ടാത്ത വിധത്തിൽ മുന്നോട്ട് പോകും. ആ പോക്കിൽ എല്ലാം വെന്ത് വെണ്ണീറാവുകയും ചെയ്യും. നിലവിൽ മധ്യസ്ഥരായി പ്രവർത്തിക്കുന്ന പാകിസ്ഥാനും ഖത്തറും 24/7 എന്ന രീതിയിൽ നടത്തിയ നയതന്ത്ര പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടായിരുന്നു വെടിനിർത്തൽ ഉണ്ടായത്. അമേരിക്കയുടെ ബോംബാക്രമണം തുടർന്നാൽ ചർച്ചകൾക്കായുള്ള അവസാന പ്രതീക്ഷകളും അടയുമെന്നും ഇറാന്റെ ശക്തമായ പ്രതികരണത്തിലേക്ക് ഇത് നയിക്കുമെന്നും ഇസ്ലാമാബാദും ദോഹയും വാഷിംഗ്ടണ് ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു വെടിനിർത്തലിലേക്ക് എത്തിയത്. എന്നാൽ പ്രത്യാക്രമണങ്ങൾ വീണ്ടും ഇപ്പോൾ തുടർന്നിരിക്കുകയാണ്. ഹൊർമൂസ് കടലിടുക്ക് ഇപ്പോഴും അടഞ്ഞു കിടക്കുകയാണ്. 100 കണക്കിന് കപ്പലുകളും 1000 നാവികരും അവിടെ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നു. ചർച്ചകളിൽ ഇരുകൂട്ടരും ഒരു സ്ഥലത്തും എത്തുന്നുമില്ല. കൊടുങ്കാറ്റിന് മുന്നുള്ള ഒരു ശാന്തത ആയിരിക്കുമോ ഇത് എന്നുള്ളതാണ് എല്ലാവരും നോക്കുന്നത്. ഒരു തരത്തിലുള്ള സമാധാനവും ഇവിടെ പ്രാവർത്തികമാകുന്നില്ല. ഇനി കാണാൻ പോകുന്നത് ഏറ്റവും തീവ്രമായ യുദ്ധങ്ങളിൽ ഒന്നായിരിക്കും. അങ്ങനെ വന്നാൽ ഇറാനെ പ്രാചീന ശിലായുഗത്തിലേക്ക് എത്തിക്കും എന്ന ട്രംപിൻ്റെ പ്രസ്താവന അറം പറ്റുമോ എന്നാണ് ലോകം ഇപ്പോൾ ആശങ്കയോടെ ഉറ്റുനോക്കുന്നത്.